ഹായ് ഗൈസ്, ഞാൻ സുബിൻ. അൻസാർ ഹിയർ. നമ്മളിന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും യു എയിലേക്ക് വരുന്നതാണല്ലോ, ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണൽ ട്രെയിനർ ജോബിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ, അതിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഹലോ സാർ. ഹായ് സാറ് എങ്ങനെയായിരുന്നു? സാർ ഇപ്പം ഒരു വൺ ഓഫ് ദ ടോപ്പ് ബ്രാൻഡ്സിലാണല്ലോ സാർ വർക്ക് ചെയ്തത് ലാസ്റ്റ്. അതെ അതെ. അപ്പം എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു ജോബ് ഹണ്ടിങ്? എങ്ങനെയാണ് സാർ ഇത് കണ്ടെത്തിയത്? ആക്ച്വലി എനിക്കൊരു 9 days ഞാനൊരു വിസിറ്റിൽ ബാലൻസ് ഉണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി വന്ന് 15 ദിവസത്തെ വിസിറ്റ് വിസയിൽ അന്ന് ഉണ്ടായിരുന്ന വിസിറ്റ് വിസയിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അന്ന് ലൈക്ക് നമുക്ക് അന്നുണ്ടായിരുന്നത് ഓൺലൈനിൽ ഇമെയിൽ അയക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരുന്നു. ഐ തിങ്ക് 2012. സോ ഐ തിങ്ക് ഇറ്റ് ഡിഡ്ന്റ് ചേഞ്ച് മച്ച്. വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ ഇമെയിൽ എടുത്തിട്ട് നമ്മൾ CV അയക്കുന്ന ഒരു രീതി. ബട്ട് അന്നത് അയച്ചിട്ടൊന്നും എനിക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല, ടു ബി വെരി ഓണസ്റ്റ്. ലൈക്ക് നമ്മളെല്ലാ ഇപ്പോൾ ബിഗ് കമ്പനീസിൻ്റെയും വൺ ഓഫ് ദ ഐ തിങ്ക് ലൈക്ക് നമ്മൾ വർക്ക് ചെയ്തിരുന്ന ഒരു സെയിം കമ്പനിയാണല്ലോ, നമുക്കൊരു ഇന്റർനാഷണൽ ഐ തിങ്ക് അമേരിക്കൻ ഫ്രാഞ്ചൈസി, അവിടെയായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് അവരുടെ ഇമെയിലിൽ അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ലാതെ ഐ റിമെമ്പർ ഞാനന്ന് അവരുടെ ബ്രാഞ്ചിൽ ഞാൻ റാൻഡംലി വാക്കിംഗ് ചെയ്യുന്ന അവിടെ ഒരു CV നമ്മൾ ഡ്രോപ്പ് ചെയ്ത്. ബട്ട് വാട്ട് ഐ ഡിഡ്, ഐ ഓൾവേസ് ഷെയർ വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. ദ സെക്കൻഡ് തിങ്, ആഫ്റ്റർ ഡ്രോപ്പിംഗ് ദ CV, ഐ ടുക്ക് ദെയർ നമ്പർ, ആ ഒരു ലാൻഡ് ലൈൻ നമ്പർ, റിസപ്ഷൻ്റെ നമ്പർ അതെടുത്ത്, അതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഹീ ടോൾഡ് മീ, ഹി വാസ് ലിറ്റിൽ ഓൾഡർ ടു മീ, ഹീ ടോൾഡ് മീ ആൻഡ് സർ ഗെറ്റ് ദെയർ നമ്പർ. പിറ്റത്തെ ദിവസം ഒരു 24 hours ലേറ്റർ ഒരു അതേ സെയിം സമയത്ത് ഐ തോട്ട് ഓക്കെ ലെറ്റ് മീ കോൾ ആൻഡ് ആസ്ക് ഹിം എന്തായിരുന്നു ഒരു അപ്ഡേറ്റ് എന്നുള്ളത്. അത് ആക്ച്വലി വർക്ക്ഡ്. ആൻഡ് ആ ഒരു റിസപ്ഷനിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അവിടെ, ആളതെടുത്തിട്ട് മാനേജറിന് പാസ് ചെയ്തു. സോ ഐ സ്റ്റിൽ റിമെമ്പർ ആ ഒരു പ്രോസസ്, ഹൗ ഐ ഗോട്ട് ദ ഫസ്റ്റ് കോൾ. ആദ്യമായിട്ടാണ് CV ഡ്രോപ്പ് ചെയ്ത സ്ഥലവും അവിടുന്ന് തന്നെ ഫസ്റ്റ് കോളും. മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്തു. തീർച്ചയായിട്ടും. ആൻഡ് മോർ ഓവർ ഞാൻ ഇപ്പോഴും ഷെയർ ചെയ്യുന്ന, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുന്ന വേറൊരു കാര്യമാണ്, ഞാനവിടെ പോയി ഫസ്റ്റ് CV ഡ്രോപ്പ് ചെയ്യാൻ ചെന്ന സമയത്ത് ഐ ഗിവ് ഹിം എ നൈസ് ഷേക്ക് ആൻഡ് സ്മൈൽ ആൻഡ് ഐ ഗിവൻ മൈ CV ടു ഹിം. സോ ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട്, ഇതേ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഞാൻ പിന്നീട് നോക്കുമ്പോൾ ഒരുപാട് CVs ആ റിസപ്ഷനിൽ വരുന്നുണ്ട്. സോ ഐ വാസ് തിങ്കിങ് എൻ്റെ CV എങ്ങനെ അത് ഒരു ഫോർവേഡ് ചെയ്ത് പോയി എന്നുള്ളത്. സോ ആക്ച്വലി ഞാൻ നോക്കുമ്പോൾ ഇവൻ ഒരുപാട് CVs വെക്കുന്നുണ്ട് അവിടെ വെക്കുന്നത്. ഒരു ദിവസം ഞാൻ ഐ ഗോ ടു ഹിം ആൻഡ് വി ബിക്കം ഫ്രണ്ട്സ് ആൻഡ് ഐ ആസ്ക്ഡ് ഹിം എങ്ങനെയായിരുന്നു എൻ്റെ CV എന്താണത് കൊടുക്കാനുള്ള ഒരു കാരണം എന്നുള്ളത്. ആൻഡ് ഹീ ഷെയർഡ് വിത്ത് മീ, ആൻഡ് സർ യു കെയിം, യു ഗിവ് മി എ നൈസ് ഷേക്ക് ഹാൻഡ് which nobody was doing it and nobody was giving me like our personality one. And plus the next day, the very next day you called me and reminded me. So I was able to connect our approach and the CV was there and he passed to the manager. Then the rest is of course like മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്തു. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയാനുള്ളത് അല്ലേ? അതെ. സാറിൻ്റെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നമുക്ക് ആ ഒരു ഫസ്റ്റ് ജോബ്? ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ ഗൂഗിളിൽ പോയി. അപ്പം നമുക്കറിയാം ഇവിടെ ദർ ആർ ബ്രാൻഡ്സ് ABCD. അപ്പോൾ ലൈക്ക് എവറി പേഴ്സണൽ ട്രെയിനർ ഒരു ഡ്രീമാണ് ഇന്ന കമ്പനിയിൽ. വി ഹാവ് അവർ ഓൺ പ്രയോറിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ആസ് യു ടുക്ക് ദ ഇമെയിൽ, ഞാൻ ഇമെയിൽ അയച്ച്, ആസ് യു സെഡ് ഇമെയിൽ അയച്ചാൽ അന്നും ഇന്നും എനിക്ക് തോന്നില്ല ഇന്നും റിപ്ലൈ ഒന്നും കിട്ടുമെന്ന്. എനിക്ക് ഇറ്റ്സ് വെരി റെയർ ഒരു ഇമെയിലിനൊക്കെ റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ഒരു ഹെഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് ഉണ്ട് അതിനകത്ത്. അപ്പം അത് അതാണ് ലൈക്ക് അങ്ങനെ അവരുടെ ഹെഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് എടുത്തു. ലിറ്ററലി വെന്റ് ദേ. എല്ലാ ഹെഡ് ഓഫീസിലും, എയുടെ ഹെഡ് ഓഫീസിലും പോയി, BCD എല്ലായിടത്തും പോയിട്ട് ഫിസിക്കലി അവിടെ റിസപ്ഷൻ ഉണ്ട്, അകത്തോട്ട് പ്രവേശനമില്ല, ബട്ട് നമ്മൾ അവിടെ കൊടുത്തു. അങ്ങനെയാണ് എനിക്ക് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് കോൾ വരുന്നത്. ഐ തിങ്ക് അവരുടെ ഹെഡ് ഓഫീസ് ഓൾമോസ്റ്റ് 60 kilometers, 70 kilometers എവിടെയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അതൊന്നും നമുക്ക് അങ്ങനെ തോന്നാൻ പാടില്ല, തോന്നത്തുമില്ല. അങ്ങനെയാണ് നമ്മൾ അത്രയും നമ്മൾ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചിറങ്ങുന്നതല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റോണും നമ്മൾ പറയത്തില്ലേ, വി ഷുഡ് ഡു എവറി പോസിബിൾ വേ ടു തിങ്സ് ടു റീച്ച് ടു ഗെറ്റ് ദാറ്റ് കരിയർ. അങ്ങനെ അവിടെ നിന്ന് കോൾ വന്നു. റെസ്റ്റ് ഇസ് ലൈക്ക് വി വർ കൊളീഗ്സ്. ഐദർ ലൈക്ക് ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലായിരുന്നു, ബട്ട്
still we work for the same. Same journey, same way. I think we don't know, but നമ്മൾ ആ ഒരു pathway same ആയിരുന്നു. But I think nowadays ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ആപ്പുകളുണ്ട്. ഡുബിസിൽ, ദുബായിൽ, UAE-ലാണെങ്കിലും ഡുബിസിൽ, ഇൻഡീഡ്. ഐ തിങ്ക് ഇൻഡീഡ് ഈസ് മോർ ഈവൻ ഫോർ ഒരു ഹയറിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും നമുക്ക്, അതെ, നമ്മൾ ഹയർ ചെയ്യുന്ന ആൾക്കാർക്കും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി CVസും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഇൻഡീഡിൽ നിന്നാണെന്ന് തോന്നുന്നു. Then I think it comes to Dubizzle. What do you think, sir? Like, what is your... Dubizzle nallൊരു platform. Dubizzle, Indeed. Then I think still, email is also a good option. But it depends upon company. Exactly. Like, നമുക്ക് വരുന്ന emails നമ്മൾ എന്തായാലും filter ചെയ്തിട്ട് we will check the CV. But that's not in the case of like every company. But you should always shoot the email. ഇപ്പം Google ആൾക്കാർ, നമ്മുടെ ഗൂഗിൾ മാപ്പില്ലേ, അതിൽ നമുക്ക് മെസ്സേജിങ്ങിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആൾക്കാരതിനകത്ത് ഐ എം എ പേഴ്സണൽ ട്രെയിനർ, ആർ യു ഹയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് മെസ്സേജ് അയക്കാറുണ്ട്. ഐ തിങ്ക് വാട്സപ്പ് ഈസ് ഓൾസോ ലൈക്ക് നവ ഡേയ്സ് അവർ എല്ലാ കമ്പനീസും വാട്സപ്പ് ഗൂഗിൾ മാപ്പിൽ ലൈക്ക് കോളിംഗ് നമ്പർ ഉണ്ട്, അതിലേക്കും പീപ്പിൾ ആർ സെൻഡിങ്. ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ വെരി എഫക്റ്റീവ് വേ ടു ഗെറ്റ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ലക്ക് ഓൾസോ ഇൻവോൾവ്ഡ് there, because ആ സമയത്ത് അവിടെ ഹയറിംഗ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ലൈക്ക് ആ റെഫറൻസ് ഒക്കെ ചെല്ലുന്ന സമയത്ത് ഐ തിങ്ക് ആ ഒരു സമയത്ത് ഒരു ഹയറിംഗ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി മേ ബി ദേ വിൽ കൺസിഡർ ദാറ്റ് CV. അതർവൈസ് ഐ തിങ്ക് കൂടുതലും ഇൻഡീഡും അതൊരു ജോബ് ഹണ്ടിങ്ങിന് അല്ലെങ്കിൽ ജോബിന് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്റ് ആണല്ലോ. ഐ തിങ്ക് അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് വരുന്നതായിരിക്കും. അതെ, ഐ തിങ്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ടു ഗോ ടു ദ ഫിസിക്കൽ ബ്രാഞ്ച് ആൻഡ് ആസ് യു ഡിഡ്, അത് ഭയങ്കര എഫക്റ്റീവ് വേ ആണ്. തീർച്ചയായിട്ടും. അതെ, അതെ, ഭയങ്കര എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, അതും ദുബായിലെ സമ്മറിലൊക്കെ നമ്മൾ ജോബിന് വേണ്ടിയിട്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എഫക്റ്റീവ്. അപ്പം നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ ഉണ്ട്. ദേ മൈറ്റ് ബി മാനേജേഴ്സ് അറൗണ്ട് ദ ജിം. സോ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ദാറ്റ് റിയലി ഹെൽപ്സ് and that shows your like eagerness to join also. Exactly. I think it makes a big difference. തീർച്ചയായിട്ടും. സോ ഈ ഒരു മെസ്സേജ് ഐ തിങ്ക് പല ആൾക്കാരും ഇവിടെ ദുബായിൽ വന്ന് പല രീതിയിൽ എല്ലാ ജോലിയിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ കെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് അവർക്ക് ജോബ് ഹണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കറക്റ്റ്. അതെ. സോ താങ്ക് യു ഗൈസ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ജോലി സെർച്ച് ചെയ്യുന്ന ദുബായിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ജോബ് ഹണ്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ ഡയറക്റ്റ്ലി വാക്ക് ഇൻ ചെയ്തിട്ട് നമ്മളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത പോലെ അവർക്കും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കമൻ്റായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അത് വായിക്കുന്ന മറ്റുള്ള ആൾക്കാർക്കും അത് ഒരുപാട് ഉപകാരപ്പെടും. താങ്ക് യു ഗൈസ്.